വേലി അടക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. ഇതിലെ വേടിയ ആ തോക്ക് ഇവിടെ തന്നെ കിട്ടിയതിനേക്കാൾ കിട്ടാനായി പോക്കളിയാ അത് പോന്ന പോക്ക് കേട്ട കോഴി ഇവിടെ അടിപൊളി ഇറച്ചിയായിരിക്കും. അഞ്ചൽ കരുകോൺ പുല്ലാഞ്ഞിയോട് ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൂട്ടം ഇറങ്ങിയതിനെ തുടർന്ന് ജനങ്ങൾ ഭയഭീതിയിൽ. ഇന്ന് രാവിലെയോടുകൂടി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിലേക്കാണ് 5 കാട്ടുപോത്തുകൾ കൂട്ടമായി എത്തിയത്. കാട്ടുപോത്തിനെ ഭയന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. സംഭവ സമയത്ത് തന്നെ വനം വകുപ്പിനെ വിവരം അറിയിപ്പിച്ചെങ്കിലും വനം വകുപ്പ് ഉടൻ തന്നെ എത്തിയില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അഞ്ചൽ റേഞ്ചിലെ RRT സംഘം സ്ഥലത്തെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴേക്കും കാട്ടുപോത്തുകൂട്ടം തൊട്ടടുത്ത റബ്ബർ തോട്ടത്തിലേക്ക് ചാടിക്കയറുകയായിരുന്നു. രാവിലെ റബ്ബർ ടാപ്പിങ്ങിന് പോകുന്ന തൊഴിലാളികൾ കാട്ടുപോത്ത് ഇറങ്ങിയത് മൂലം ഭയം കൊണ്ട് ടാപ്പിങ്ങിന് പോയില്ല. സ്കൂൾ കുട്ടികളടക്കമുള്ളവർ പരീക്ഷയ്ക്കും മറ്റും നടന്നു പോകുന്ന വഴികളിലെല്ലാം തന്നെ കാട്ടുപോത്തിന്റെ ഭീഷണി നിലനിൽക്കുകയാണെന്നും അടിയന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് കാട്ടുപോത്തിനെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടണമെന്നാണ് പഞ്ചായത്ത് മെമ്പറും പ്രദേശവാസികളും പറയുന്നത്. ഹലേവൺ പഞ്ചായത്തിലെ 6ാം വാർഡിലെ മെമ്പറാണ് ഞാൻ. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഇവിടുന്ന് യുവജനവേദിയിലൊരു ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് കാട്ടുപോത്ത് ഇറങ്ങിയിട്ടുണ്ട്, അവിടെ പുഞ്ചക്കോണം ഭാഗത്തൊക്കെ ആയിട്ട് ഉണ്ട്, ഒരു 4-5 എണ്ണം ഉണ്ടെന്നാണ് പറഞ്ഞ്. അങ്ങനെ അതറിഞ്ഞ് ഞാൻ ഫോറസ്റ്റുകാരെ അറിയിച്ച് അവർ ഇപ്പം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഈ ആനക്കുളം ഭാഗത്തൊക്കെ നാട്ടും പ്രദേശത്തായിട്ട് ഈ കൂട്ടത്തോടെ കാട്ടുപോത്തുണ്ടെന്ന് ഇങ്ങനെ അറിയാൻ കഴിഞ്ഞിരുന്നു. അത് തന്നെ ആയിരിക്കണം ഇങ്ങോട്ടും വന്നിട്ടുള്ളതെന്നാണ് നമ്മുടെ ഒരു ധാരണ. കാരണം ഇതേപോലെ തന്നെ നമ്മൾ അന്ന് ഇതേപോലെ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് കണ്ടായിരുന്നു കൂട്ടത്തോടെ ഇങ്ങനെ കാട്ടുപോത്ത് നിൽക്കുന്നത്. അതേ ഇത് തന്നെ ആവണം, വേറെ ആവാൻ സാധ്യത ഇല്ല. അത് തന്നെ ഇങ്ങനെ ഇനി തോട്ടം വഴി ഇങ്ങ് വന്നതായിരിക്കുമെന്ന് അവയ്ക്കൊന്ന് അതിപ്പം ഇങ്ങനെ തോട്ടത്തിലോട്ട് കയറി പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൊച്ചുങ്ങളും കുട്ടികളും ഒക്കെ ഉള്ളതാ, സ്കൂളുകളിൽ പോകുന്നതും അതുപോലെ തന്നെ കുഞ്ഞു കൊച്ചുങ്ങളൊക്കെ മുറ്റത്തൊക്കെ ഇരുന്ന് കളിക്കുന്നതാണ്. കൊച്ചുങ്ങൾ അറിയത്തില്ല, ഇത് ഇറങ്ങി ഓടി വന്നു. ഇപ്പം തന്നെ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്ത് വിളിച്ചു പറഞ്ഞത് കൊണ്ട് അവിടുന്ന് ആൾക്കാർ അലപ്പും ബഹളവും ഒക്കെ ആയപ്പോഴാണ് അത് വീണ്ടും തിരിച്ചിങ്ങനെ തോട്ടത്തിലോട്ട് കയറി പോയേക്കുന്നത്. ഇതിനെ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് കാട്ടിലേക്ക് പായിച്ച് വിട്ടില്ലെങ്കിൽ അത് അപകടമാണ്. അതിനെന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം. ഫോറസ്റ്റുകാർ അങ്ങോട്ട് പോയിട്ടുണ്ട്, പായിച്ച് വിടണമെന്ന്. നേരിട്ട് കണ്ടായിരുന്നോ? കണ്ട് നേരിട്ട് കണ്ട്. വലിയ പോത്തുകളാണ്, നല്ലതുപോലെ കണ്ടതാ. വലിയ ആളതാമസമില്ല ആ വീട്ടിൽ. അവർക്കൊക്കെ വന്ന് അവിടെ തങ്ങാനും കിടക്കാനും എടുക്കാനും ഒക്കെ അവിടെ ഓലിയുണ്ട്, അരിവുണ്ട്, വെള്ളമുണ്ട്, കാടുണ്ട്. അത്രയും ഭാഗത്തൊന്നും ആളതാമസമുള്ളവരാ എല്ലാരും. ജോലിക്ക് ഇറങ്ങി പോകുന്നവരാ, രാവിലെ പോയിട്ട് വൈകിട്ടൊക്കെ വരുന്നവരാ. അങ്ങനെ വരുന്ന സമയത്ത് ഇതേപോലെ അപ്രതീക്ഷിതമായിട്ടൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയല്ലേ, അങ്ങനെ ധൈര്യമായിട്ട് നമ്മൾ പോകും. പിന്നെ എല്ലാവരും റബ്ബർ വെട്ടുന്നവരും കൂലിപ്പണിക്ക് പോകുന്നവരും ഒക്കെയാണ്. പിന്നെ വീട്ടുകളിൽ പിള്ളേരൊക്കെ കാണത്തുള്ളൂ. അവർ ഉച്ച സമയമാകുമ്പോഴും സ്കൂളിൽ പോകുന്നവരുണ്ട്, പരീക്ഷയ്ക്ക് പോകുന്നവരുണ്ട്, പരീക്ഷ കഴിഞ്ഞിട്ട് വരുന്നവരുണ്ട്. എന്തായാലും വലിയ ഭീതിയിലാണ് നമ്മൾ, വലിയ ഭീതിയിലാണ്. എത്രയും പെട്ടെന്ന് ഇതിനെ മാറ്റണം ഇവിടുന്ന്, എത്രയും പെട്ടെന്ന് ഇതിനെ ഇവിടുന്ന് മാറ്റണം. അപ്പോൾ ഇങ്ങോട്ടങ്ങണൊക്കെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യയ്ക്കൊക്കെ മുറ്റത്തിറങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പേടിച്ചല്ലേ പറ്റും. ഇവിടെയൊന്നും അങ്ങനെ കൂടുതലുള്ള ഇങ്ങനെ അടുത്തടുത്ത് വീടുകളുണ്ടെങ്കിലും സന്ധ്യയ്ക്കൊന്നും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി കയറി കിടക്കുന്ന ആൾക്കാരല്ല. നമ്മൾ മുറ്റത്തൊക്കെ നമ്മൾ ഇറങ്ങി കയറി എടുക്കുകയൊക്കെ ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്കൊരു പേടി തന്നെയാണ്. അതുമല്ല ഇത് അമ്പലമല്ലേ, അങ്ങോട്ട് പിള്ളേരും ഒക്കെ വരുന്നില്ലേ കയറി. ഇങ്ങനെ അങ്ങനെ അവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ പിള്ളേരും ഭയന്നു കൂടും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എന്നാൽ ഇന്ന് ഉച്ചയോടുകൂടി സ്ഥലത്തെത്തിയ അഞ്ചൽ റേഞ്ച് ഓഫീസിലെ RRT സംഘം പടക്കം പൊട്ടിച്ച് കാട്ടുപോത്തിനെ വനത്തിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമം നടന്നുവരികയാണ്. റിപ്പോർട്ടർ സജി, അഞ്ചൽ. ഇത് നമ്മുടെ പുനലൂർ NK Silks വെഡിങ് മാളിലെ ഓഫർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. മാർച്ച് 10, അതായത് ഇന്ന് മുതലാണ് നമ്മൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മാർച്ച് 20 വരെയാണ് ഈ ഒരു അടിപൊളി ഓഫർ പോകുന്നത്.
ദേ ഈ ഷർട്സിന്റെ ഒക്കെ റേറ്റ് എത്രയാണെന്ന് അറിയാമോ? വെറും 155 രൂപ. ദേ വെറും 20 രൂപ മുതലാട്ടോ കിഡ്സിന്റെ ഡ്രസ് വരുന്നത്. LP, വാൻ ഹുസൈൻ, ഓട്ടോ തുടങ്ങിയ എല്ലാ ബ്രാൻഡഡ് ഷർട്സും 70% ഓഫറാണ്. വെറും 65 രൂപയ്ക്കാണ് നമുക്ക് കിഡ്സിന്റെ ഫ്രോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെറും 95 രൂപ തൊട്ടാണ് കിഡ്സിന്റെ ജീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കിഡ്സിന്റെ പാർട്ടി വെയർ എത്രയാണെന്ന് അറിയാമോ? വെറും 195 രൂപയേ ഉള്ളൂ. ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ള സെക്ഷൻ ആണ്. ഇതിന് ഏത് ഡ്രസ് എടുത്താലും വെറും 95 രൂപയേ ഉള്ളൂ. ഈ കാണുന്ന നൈറ്റീസ് എല്ലാം തന്നെ 80 രൂപയാണ് കേട്ടോ സ്റ്റാർട്ടിംഗ് വരുന്നത്. ഈ കാണുന്ന ലേഡീസിന്റെ ടോപ്പ് എല്ലാം 95 രൂപയാണ് സ്റ്റാർട്ടിംഗ്. 160 രൂപ തൊട്ട് ലേഡീസിന്റെ കോട്ട് സെറ്റ് 3 പീസ് സ്റ്റാർട്ട് ചെയ്യണ എത്രയാണെന്ന് അറിയാമോ? വെറും 195 രൂപയ്ക്കാ. കെട്ട് പോലും പൊട്ടിച്ചിട്ടുള്ള നല്ല കിടിലൻ സാരിയാണ്. ഇതിന്റെ റേറ്റ് എത്രയായിട്ട് നിങ്ങൾ ഞെട്ടിപ്പോവും. വെറും 120 രൂപയുള്ളൂ കേട്ടോ. ഇത് മാത്രമല്ല, ഇത് കംപ്ലീറ്റ് സെക്ഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കയ്യിലൊക്കെ സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാണെന്ന് അറിയാമോ? വെറും 65 രൂപയുള്ളൂ. ഈ സെക്ഷൻ ഫുള്ള് മുണ്ടുകളാണ് കേട്ടോ. മുണ്ടുകളുടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അത് ഏറ്റവും കുറഞ്ഞ റേറ്റില്. ബോയ്സിന്റെ പാർട്ടി വെയർ കളക്ഷൻ 195 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കുഞ്ഞുങ്ങൾക്കായിട്ട് ട്രഡീഷണൽ വെയർ ആണ് ഇനി നോക്കുന്നതെങ്കിൽ അതുകൊണ്ട് വെറും 95 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. 1490 രൂപയുടെ ഒരു ബെഡ്ഷീറ്റ് വാങ്ങുമ്പോൾ 4 ബെഡ്ഷീറ്റ് ഫ്രീ. അതായത് ടോട്ടൽ 5 എണ്ണം നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോകാം. മാർച്ച് 20 വരെയാണ് നമുക്ക് ഈ ഓഫർ ഉള്ളത്. നല്ല തിരക്കാണ്. ഒരു സൈഡിൽ കൂടെ കസ്റ്റമേഴ്സ് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കൂടെ നമ്മൾ സ്റ്റോക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം. നിങ്ങൾ എന്ത് സാധനം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ഒരു കൂപ്പൺ കിട്ടുന്നതാണ്. ആ കൂപ്പൺ ഫിൽ ചെയ്തിട്ടാൽ ഭാഗ്യശാലിക്ക് ലഭിക്കാൻ പോകുന്നത് സ്വർണ്ണ നാണയമാണ്. അപ്പൊ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് മാർച്ച് 20 തീയതി വൈകുന്നേരം 5 മണിക്ക് നമ്മുടെ പുനലൂരുള്ള NK സിൽക്സ് വെഡിങ് മാളിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാകണം. അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ പർച്ചേസ് സ്റ്റാർട്ട് ചെയ്യുകയല്ലേ?